Every child is a canvas waiting for the brushstrokes of opportunity. Each of them carries a dream within, a spark waiting to glow. At St. Joe's Central School, we nurture those canvas and dreams with care, creativity and confidence. Admission open for the academic year 2026-27. ഷൊർണൂർ നഗരത്തിൽ സർവീസ് നടത്തുന്ന ഓട്ടോറിക്ഷകൾക്ക് ക്രമീകരണത്തിന്റെ ഭാഗമായി വീണ്ടും നമ്പർ നൽകാൻ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി തീരുമാനിച്ചു. ഷൊർണൂർ നഗരത്തിൽ പെർമിറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കാനും സർവീസുകൾ ക്രമീകരിക്കാനും ഓട്ടോറിക്ഷകൾക്ക് വീണ്ടും നമ്പർ നൽകാൻ പോലീസ് തീരുമാനിച്ചു. നിലവിൽ ഷൊർണൂർ ടൗൺ പെർമിറ്റുള്ള വാഹനങ്ങൾക്ക് നിലവിലുള്ള രീതിയിൽ തന്നെ സർവീസ് തുടരാൻ അനുമതി നൽകിയിട്ടുണ്ട്. നഗരസഭാ അധ്യക്ഷ പി നിർമ്മല, ഉപാധ്യക്ഷൻ വി കെ അനുരാജ്, സെക്രട്ടറി പി എസ് രാജേഷ്, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ, പോലീസ്, വ്യാപാരികൾ, ഓട്ടോ തൊഴിലാളികൾ എന്നിവർ പങ്കെടുത്ത ചർച്ചയിലാണ് ഈ നിർണായക തീരുമാനമുണ്ടായത്. നിലവിൽ 105 ഓട്ടോറിക്ഷകളാണ് ഷൊർണൂർ ടൗൺ പെർമിറ്റിൽ സർവീസ് നടത്തുന്നത്. ഈ പ്രശ്നം എന്റെ ഒരു തോന്നലാണ്, ശരിയാണെന്നറിയില്ല. അതിന്റെ പുറകില് മറ്റ് വണ്ടികളുടെ പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. ഈ ചെറിയ പിക്കപ്പ് പോലുള്ള സ്റ്റാൻഡുകളുണ്ട്. അതിനെ ഒരു ലൈനിട്ട് പുറകിലേക്ക് മാറ്റി അതിന്റെ ഫ്രണ്ടിലൂടെ ഓട്ടോറിക്ഷകൾ പാർക്ക് ചെയ്ത് എത്താൻ പറ്റുമോ എന്ന്. അല്ലാതെ ഏത് തരത്തിലാണ് ഈ ഓട്ടോറിക്ഷകൾ ഷൊർണൂർ ബസ് സ്റ്റാൻഡിന്റെ മുമ്പില് ഷൊർണൂർ ടൗണിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റുമെന്ന് അറിയില്ല. ഇനി നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നമുക്കത് നോക്കാം. പെർമിറ്റ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. നിലവിൽ നമ്മൾ പല മീറ്റിങ്ങുകളിലും മുമ്പും തീരുമാനിച്ചു. മുൻപ് 168 ഓട്ടോകൾ ഉണ്ടായിരുന്ന ഇവിടെ പാർക്കിംഗ് സൗകര്യക്കുറവ് മൂലമാണ് ടൗൺ പെർമിറ്റ് നൽകുന്നത് മോട്ടോർ വാഹന വകുപ്പ് പരിമിതപ്പെടുത്തിയത്. എന്നാൽ നിലവിൽ ടൗൺ പെർമിറ്റ് ഇല്ലാത്ത 26 ഓട്ടോറിക്ഷകൾ കൂടി നഗരത്തിൽ സർവീസ് നടത്തുന്നുണ്ട്. പുതിയ ടൗൺ പെർമിറ്റ് അനുവദിക്കാൻ നിയമപരമായ തടസ്സങ്ങളുള്ളതിനാൽ ഈ വണ്ടികളെ കൂടി ഉൾപ്പെടുത്തി സുഗമമായ സർവീസിനായാണ് പോലീസ് പ്രത്യേക നമ്പർ നൽകുന്നത്. ആദ്യഘട്ടത്തിൽ പെർമിറ്റോടെ വാഹനം വിറ്റ ശേഷം അതേ ഉടമ പുതിയ വാഹനം വാങ്ങി അതേ സ്റ്റാൻഡിൽ വീണ്ടും പെർമിറ്റ് എടുത്ത് സർവീസ് നടത്തുന്ന പ്രവണത വർദ്ധിപ്പിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് നിയന്ത്രണങ്ങൾ കർശനമാക്കിയത്. നിലവിലെ നിയമപ്രകാരം വാഹനം മറ്റൊരാൾക്ക് വിറ്റാൽ ആ വാഹനത്തിന്റെ ടൗൺ പെർമിറ്റ് റദ്ദാകുമെന്ന് അധികൃതർ വ്യക്തമാക്കി.